സദീംസേ, നമ്മുടെ സൈലം BSc ഈ ഒരു ജൂൺ 17 ആരംഭിക്കുന്ന നമ്മുടെ LDC 2027. അപ്പൊ ഈ ഒരു ബാച്ചിൽ എന്തൊക്കെയോ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കറക്റ്റ് എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ്? എങ്ങനെയാണ് ഈ ഒരു ബാച്ച് ജോയിൻ ചെയ്യുന്ന കുട്ടി ആപ്പിലൂടെ എന്തൊക്കെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത്? ഓക്കെ, നമ്മൾ മുൻപുള്ള ബാച്ചിലുള്ളതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്തെന്നാണ് പുതിയ ബാച്ച്. അപ്പൊ എന്തായാലും ജൂൺ 17 സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സിലേക്ക് ജസ്റ്റ് നമുക്ക് വരുവാണെങ്കിൽ നോക്കുക. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ ലെറ്റ് സ്റ്റഡി എന്ന് കാണാം അല്ലെ. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാണാം. ഇനി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഒക്കെ നടക്കുന്നതിനനുസരിച്ച് ഓരോ സബ്ജക്ട് ആയിട്ട് ഇങ്ങനെ ഫോൾഡർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് പിന്നെ ക്ലാസ്സസ് ഒക്കെ ഓരോ ക്ലാസ് അനുസരിച്ച് ഈ ഫോൾഡറിലേക്ക് വരും. അതായത് സബ്ജക്റ്റിനെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല അല്ലെ മിസ്സേ? ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് ഇനിയുണ്ട് ടോപ്പിക്കുകളൊക്കെ ഇതാണ് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ മലയാളം എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ബയോളജി ഇവിടെ എവിടെയെങ്കിലും കണ്ട ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ കാര്യത്തിലും സെറ്റാണ്. ഇവിടെയാണ് നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഒക്കെ വരാം. ഓക്കെ, അപ്പൊ ആ ഫീച്ചേഴ്സ് കഴിഞ്ഞ് പിന്നെ എന്ന് പറയുന്നത് പേൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെ. അപ്പൊ ആദ്യം ആ കുട്ടികളും ചോദിക്കുന്നതാണ്, നമ്മൾ ഓൾറെഡി മുൻപ് ബാച്ചുകളിലും കൊടുത്തിട്ടുണ്ട്. പേൾ എന്ന് പറഞ്ഞാൽ അവിടെയാണ് റെക്കോർഡഡ് ക്ലാസ്സസ് വരുന്നത്. എന്നുവെച്ചാൽ ലൈവിന്റെ റെക്കോർഡ് അല്ല, അല്ലാതെ നമ്മൾ ഓൾറെഡി ഈ ബാച്ചിലേക്ക് വരുമ്പോഴേക്ക് തന്നെ ഈ ക്ലാസ്സസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തു. അതായത് ഇപ്പം നമ്മുടെ LDC 2027 ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് സിലബസ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും അവിടെ. അപ്പൊ സമയമെടുത്ത് പഠിച്ച് അപ്പൊ ലൈവിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ പേൾ ഓപ്ഷൻസ് ഓൾറെഡി നിങ്ങൾക്ക് കാണാം. ആ ടോപ്പിക് ഓൾറെഡി കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം പേൾ ഓപ്ഷൻ. ഇവിടെ ഇപ്പൊ ഓൾറെഡി ഒരു ഹിസ്റ്ററി ആണ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹിസ്റ്ററി ക്ലാസ് ഇതെങ്ങനെ പേരൊക്കെ കൊടുക്കും. ഇനി അതേപോലെ മലയാളം ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതേപോലെ വരും. ഇപ്പൊ ഇവിടെ ഹിസ്റ്ററി ആണുള്ളത്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇപ്പൊ വേൾഡ് ഹിസ്റ്ററി മാത്രമല്ല, ഇനിയിപ്പോ ഇന്ത്യൻ ഹിസ്റ്ററിയും എല്ലാ കാര്യങ്ങളും ഇടാം. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ക്ലാസ്സുകൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഓൾറെഡി ലൈവായിട്ട് ഓരോ ക്ലാസ് കാണുന്നതിന് മുൻപേ തന്നെ എല്ലാം ഒരുമിച്ച് മുൻപേ കാണേണ്ടവർക്കൊക്കെ ഓപ്ഷൻ ആയിട്ട് എല്ലാ ക്ലാസ്സസും ഈ LDC 2027 ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇടയ്ക്ക് ഏതെങ്കിലും ഒരു എക്സാം വന്നാലും അതെ ഈ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അവിടെ ഓൾറെഡി കിട്ടും. പിന്നെ ഈ ക്ലാസിന്റെ ഒക്കെ ഇവിടെയുള്ള നോട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ക്ലാസിന്റെ ഒക്കെ നോട്ട്സ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്ന ക്ലാസിന്റെ നോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മള് അടുത്ത ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ നോക്കാതെ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് പ്രിന്റബിൾ ആയിട്ടുള്ള നോട്ട് അല്ലെ. ഒരുപാട് കുട്ടികൾ പറയുന്ന സ്ലൈഡ് ബുദ്ധിമുട്ടാണ്, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് പ്രിന്റ് എടുത്തു വെക്കാന്ന് പറയുന്ന ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് അവിടെ അതൊരു ന്യൂ ഫീച്ചർ ആണ് അല്ലെ സൈലം BScയുടെ. എന്തായാലും നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ പ്രിന്റബിൾ നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതാ ഒരു എക്സാമ്പിൾ ഒരു കാണിക്കാണ്. ഇതിലിപ്പോ മൗലിക അവകാശം അല്ലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറെ ഓപ്ഷൻസ് കാണാം. ഇതിൽ ഈ ഒരു ഓപ്ഷൻ ലെക്ചേഴ്സ് ആയാലും ക്ലാസ്സും കാര്യങ്ങളും വരുന്നതിനനുസരിച്ച് അവിടെ വരും. ഇവിടെ നോട്ട് എവിടെ കാണാം. ഓക്കെ, ഇനി വരുന്ന ലൈവ് ക്ലാസിന്റെ ഒക്കെ നോട്ട് എവിടെ കാണാം. DPP PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ കാണിച്ചു അതിന്റെ നോട്ടാണ് ഇത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇവർക്ക് ആ ടോപ്പിക്കിന്റെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള നോട്ടൊക്കെ ഓൾറെഡി ഇതേപോലെ ഓരോ ടോപ്പിക്കിന്റെതും ഓരോ സബ്ജക്റ്റിലെ കാര്യങ്ങൾ വരും. ഇനി ഇത് അവിടെ 3 ഡോട്ട് ഓപ്ഷൻ കാണാലോ അല്ലെ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഡൗൺലോഡ് കൊടുക്കാം. ആ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റിലേക്ക് കൊടുക്കാം. കാര്യങ്ങൾ ഓക്കെ, ആ ടോപ്പിക്കിന് കംപ്ലീറ്റ് കാര്യങ്ങൾ വേണ്ട എല്ലാം ഒതുക്കിയിട്ട് അടിപൊളി നോട്ടും കാര്യങ്ങളും ഇങ്ങനെയാണ് പ്രിന്റബിൾ നോട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടാം. ഇത് നമ്മുടെ ക്ലാസ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ പക്ഷെ ഇതിന് നമ്മൾ കറക്റ്റിന് റിവിഷനും കൊടുക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. ആപ്പിലൂടെ എങ്ങനെയാണ് ഒരു കുട്ടി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ അതാണ് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്താൽ കാണുന്ന സബ്ജക്ട് വൈസ് ഇങ്ങനെ കൊടുത്തിട്ടില്ലേ. അപ്പൊ അതിന് മുകളിൽ ഇതാ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, പേൾ ഓപ്ഷന്റെ അടുത്തായിട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് വരിക. ഇതിപ്പോ ഒരു പുതിയ ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ, ബാച്ച് ആണ്. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ റിവിഷൻ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ ഒക്കെ കാണിക്കുന്നതാണ്. അത് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാനും ഇനി അഥവാ ലൈവായിട്ട് അറ്റൻഡ് ചെയ്ത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് അവരുടെ റാങ്കും കാര്യങ്ങളൊക്കെ കാണുന്നത് ലൈവായിട്ട് ചെയ്യണം. അതായത് പ്രാക്ടീസ് എന്ന രീതിയിൽ അവർക്ക് പിന്നെ എപ്പോഴാണെങ്കിലും ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഒക്കെ അതെ റാങ്ക് ഒക്കെ അറിയാനൊക്കെ പറ്റും. ഇനി അഥവാ അപ്പൊ ലൈവ് എന്ന് പറയുമ്പോൾ പല ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ടെസ്റ്റ് അവിടെ കാണും. അതെന്തായാലും ഈ ഒരു ഓപ്ഷനാണ്. നമ്മൾ പുതിയ ബാച്ചാണ് അതിലേക്ക് വരുന്നു. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് എവിടെയാണ് ഉണ്ടാവുക. പേൾ ഓപ്ഷന്റെ കാര്യം ക്ലിയർ അല്ലേ അല്ലെ? ക്ലിയർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള
എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ദിവിസെ 2027 LDC ബാച്ചില് ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കുള്ള എല്ലാ സംശയങ്ങളും മിസ് ഇപ്പൊ പറഞ്ഞു തീർത്തു. അങ്ങനെയാണെങ്കിൽ LP/UPയോ? LP/UP എന്ന് പറയുമ്പോൾ എന്താണ്, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ജൂൺ 10 ഓക്കെ. ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ LDC ബാച്ചിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? അതെ. ആ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും തന്നെയാണ് നമ്മൾ LP/UPന്റെ പുതിയ ബാച്ചിലും തുടങ്ങുന്നത്. LP/UP ദ്രോണ 3.0 ബാച്ചിലും അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഉണ്ടായിരിക്കുക. എന്ന് പറഞ്ഞ പോൾ ഓപ്ഷൻ ആണെങ്കിലും പ്രിന്റബിൾ നോട്ട് ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും എല്ലാം സെയിം ഫീച്ചേഴ്സ്. ഓക്കെ. അപ്പോ നമ്മള് പുതിയ ബാച്ച് ആയിട്ടുള്ള LDC LP/UP റിലേറ്റഡ് ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്കിനി ക്ലാസ് കാണാം.